സ്പീഡ് എന്ന് പറഞ്ഞൊരു സംഭവം, അഡാപ്റ്റബിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ആളുകൾക്ക് ആ ഒരു സീരിയസ്നെസ് വന്നിട്ടില്ല. ഇത് എന്താ പറയുക, AI തൊഴിൽ കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് രണ്ട് രീതിയിലുള്ള ആളുകളെ ഇപ്പോൾ ലോകത്തുള്ളൂ. ഒന്ന്, ഓൾറെഡി തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്ന ആളുകൾ. ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ എന്നാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാറ്റഗറീനെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദോസ് ഹു ആർ റെഡി ടു അപ്ഗ്രേഡ് വെരി ഫാസ്റ്റ്ലി. അതായത് പരിണാമ സിദ്ധാന്തം സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇനി സർവൈവൽ ഓഫ് ഫാസ്റ്റസ്റ്റ്, സർവൈവൽ ഓഫ് ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ലോകം ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കാണോ ആ അഡാപ്റ്റബിലിറ്റി റേറ്റ് കൂടുതലുള്ളത് അവർ മാത്രമായിരിക്കും സർവൈവ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പല ആളുകളും ഈ കളിയിൽ നിന്ന് പുറത്താവും. ഈ AI-യുടെ ഒരു കടന്നുകയറ്റം അത് ഓരോ ദിവസവും കഴിയുന്നോറും പുതിയ പുതിയ മേഖലകളാണ്. ഫീൽഡിൽ ഒരിക്കലും വരത്തില്ലായിരുന്നു. ഞാൻ AI-യുടെ കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ജനറേറ്റ് AI-ന്റെ കാലത്തിലാണ് ഉള്ളത്. അതായത് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്താൽ ഇത് കിട്ടും. അതിന്റെയും അപ്പുറത്തേക്ക് ഏജന്റിക് AI ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഏജന്റുകള്, അതാണ് ഏജന്റിക് AI. അത്ര ഒരു കാലത്തിലേക്ക് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട്. അതോടുകൂടിയിട്ട് മനുഷ്യന്മാരുടെ അവസ്ഥ എന്താവും എന്നുള്ളതാണ് വളരെ ക്യൂരിയസ് ആയിട്ട്. അതായത് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലം വരുന്നുണ്ട്. സോ ഇങ്ങനെ കുറെ സംഭവങ്ങൾ. കരിയർ ഓഫ് കോഴ്സ് ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കരിയറുകൾ വളരെ ക്വിക്കായിട്ട് മാറണം. അപ്പൊ ആരൊക്കെയാ വളരെ ക്വിക്കായിട്ട് ഈ സ്കില്ലുകൾക്കൊക്കെ ഒരു ഷെൽഫ് ലൈഫ് പീരീഡ് ഉണ്ട്. അപ്പൊ ആ ഷെൽഫ് ലൈഫ് പീരീഡ് പണ്ടൊക്കെ 5-10 വർഷമൊക്കെ ഷെൽഫ് ലൈഫ് പീരീഡ് കിട്ടിയിരുന്നു. ഇനി ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ അത്രയും കിട്ടിയാൽ നന്നു എന്നുള്ള രീതിയിലാണ്. സോ ആരാണോ വളരെ ക്വിക്കായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത്തരം ആളുകൾക്ക് മാത്രമേ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ പണി AI കൊണ്ടുപോകും എന്നുള്ളത് നിസ്സംശയം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം മറ്റൊരു കാര്യം പറയുകയാണ്, ഇപ്പൊ നമ്മളൊരു വൂക്ക ലോകത്തായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ വൂക്ക ലോകം എന്താന്ന് പോലും നമ്മളിൽ പല ആളുകളും വന്നു പോയത് അറിഞ്ഞിട്ടില്ല. വൂക്കയും കഴിഞ്ഞൊരു ബാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്, ഒരു ഫ്രെയിം വർക്കിലേക്ക് നമ്മൾ ലോകം എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ബാനി ലോകത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ബ്ലൂ ഓഷ്യൻ മാർക്കറ്റുകളാണ് ഇവോൾവ് ചെയ്യുന്നത്. ബ്ലൂ ഓഷ്യൻ കരിയറുകളാണ് ഇവോൾവ് ചെയ്തുകൊണ്ട്. അതായത് ഈ ജോലി പോകുമെന്ന് തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ AI-നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്? അവിടെ നമ്മൾ നോക്കട്ടെ. എന്തിനാണ് ഒരു എന്റർപ്രണർ AI വേണമെന്ന് പറയുന്നത്? അയാളുടെ ഡിപ്പെൻഡൻസി ഏതിലാണ്? എംപ്ലോയീസിലാണ്. നേരത്തെ എംപ്ലോയീസിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. എംപ്ലോയി തന്നെ വേണം. ഇപ്പൊ എംപ്ലോയിക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഏത്? ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ ഒരു പകുതി പണി ചെയ്യാനെങ്കിലും ആൾക്കൊരു AI സ്റ്റാഫിനെ വെക്കാം, ഒരു AI ഏജന്റിനെ വെക്കാം. അപ്പൊ എംപ്ലോയി തീരുമാനിക്കണം ഏജന്റ് വേണോ ഞാൻ വേണോ എന്നുള്ളതിന്. എംപ്ലോയി കുറച്ചുകൂടി ഉത്സാഹിക്കണം. ഇതിനോടൊപ്പം തന്നെ പല എംപ്ലോയറും ഈ ഓട്ടോമേഷനിലേക്ക് വരുന്നൊരു മെയിൻ റീസൺ എൻ്റെ പ്രോസസ്സുകളൊന്ന് ഓട്ടോമേറ്റ് ചെയ്യണം. കാരണം ഒരാളെ പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴത്തേക്ക് അയാൾ പോയി. ഈ എന്റർപ്രണർ വീട് അടുത്താളെ എടുക്കണു. അടുത്താളെ പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോഴേക്ക് അയാൾ പോയി, അടുത്താൾ വന്നു. ഇവിടെ ആലോചിക്കുക, ഞാനൊരു AI ഏജന്റിനെ വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിച്ചു കൊടുത്ത പണി നടക്കുമല്ലോ. ഈ ഒരു മേഖലയിൽ അല്ല സുരേഷ് സ്വപ്നം കാണുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ ഒരു എംപ്ലോയി ചെയ്യുന്ന ജോലികളെല്ലാം ഒരു ഹ്യൂമനോയിഡോ അല്ലെങ്കിൽ ഒരു AI ഏജന്റ് ചെയ്യും താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.